ബാനർജിയുടെ ഒരു പുതിയ വീഡിയോ നരേന്ദ്രമോദിയെയും ഹിറ്റ്ലറെയും താരതമ്യം ചെയ്ത് വന്നിട്ടുണ്ട്. പലരും ചെയ്തിട്ടുണ്ട്, എങ്കിലും എപ്പോഴും പ്രസക്തി ഉണ്ടല്ലോ. ഇന്നലെ അതാണ് ഇട്ടിരിക്കുകയാണ്. അതിലെങ്ങനെയാണ് മാധ്യമങ്ങളെ നരേന്ദ്രമോദിയും ഹിറ്റ്ലറും ഒരുപോലെ ഉപയോഗിച്ചെന്നൊരു താരതമ്യം നടത്തുന്നുണ്ട്. Very controversial word called love jihad. Love jihad. Love jihad. Food jihad. Katha jihad. Game jihad. Game jihad. Love jihad. Land jihad. Zameen jihad. COVID virus as a jihad. Love jihad नाम का शब्द इजाद किया है. Love jihad. Love jihad. वोट जिहाद करने को कहा है. वोट जिहाद करने को कहा है. ആകാശിന്റെ വീഡിയോയിൽ ഒരു ഭാഗം പറയാം. ദി ഗാർഡിയൻ പത്രം കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടു. അതിൽ പറയുന്ന കാര്യം ഫേസ്ബുക്ക് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പുണ്ടാക്കുന്ന പരസ്യങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അനുമതി നൽകിയെന്നാണ്. ഈ പരസ്യങ്ങളിൽ പറയുന്ന ചില വൃത്തികെട്ട വാക്കുകൾ കീടങ്ങളെ ചുട്ടരിക്കൂ, ഈ കടന്നുകയറ്റക്കാരെ ചുട്ടുകൊല്ലണം, ഹിന്ദുവിന്റെ ചോര തിളയ്ക്കുകയാണ് എന്നൊക്കെയുള്ള പരസ്യങ്ങൾക്കാണ് ഫേസ്ബുക്ക് അനുമതി നൽകിയത്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്കതിൽ നിന്നും രക്ഷപ്പെടാനാവുകയില്ല. നമ്മൾ അതിൽ പെട്ടുപോകും. നമ്മൾ മാത്രമല്ല, നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോൾ നമ്മുടെ രാജ്യവും അതിൽപ്പെട്ട് നമ്മുടെ മഹത്തായ ഈ രാജ്യം നശിച്ചു പോകും. ഈ മഹാരാജ്യം വാസ്തവത്തിൽ നശിച്ചില്ലാതാകണമെങ്കിൽ നമ്മൾ അതിൽ ഇടപെടണം. സമയം ഇപ്പോഴുമുണ്ട്. തലയ്ക്ക് മുകളിൽ വെള്ളം കയറിയിട്ടില്ലെങ്കിലും കഴുത്തോളം വെള്ളം എത്തിക്കഴിഞ്ഞു. എന്നാലും കുറച്ച് സമയമുണ്ട്. നമുക്കപ്പോൾ ഈ ചരിത്രം പഠിക്കാമെന്ന്. നിങ്ങൾക്കറിയാമോ ഈ വെർമിൻ അഥവാ കീടം എന്ന വാക്ക് എപ്പോഴാണ് രാഷ്ട്രീയപരമായി കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജർമ്മനിയുടെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം ജൂലിയസ് സ്ട്രൈച്ചറെ പരിചയപ്പെടാം. 100 വർഷം മുമ്പത്തെ ഒരു ചരിത്രമാണ് പറയുന്നത്. വർഷം 1923, സ്ഥലം ജർമ്മനി. വെറും ജർമ്മനിയാണെന്ന് ന്യൂ ജർമ്മനിയോ നാസി ജർമ്മനിയോ ഒന്നുമായി മാറിയിട്ടില്ല. അപ്പോൾ അത് ഹിറ്റ്ലറിന്റെ ജർമ്മനിയുമായിരുന്നില്ല. യഹൂദന്മാർ അവിടെ വളരെ സമാധാനത്തോടെ ജൂതന്മാർ കഴിഞ്ഞു വന്നിരുന്ന അന്തസ്സോടെ ജീവിച്ചു വരുന്ന ഒരു കാലമായിരുന്നു. അവരെ അപ്പോ ഒന്നും വെർമിനെന്നോ കീടമെന്നോ ആരും വിളിച്ചിരുന്നില്ല. ആ വാക്ക് അത്ര സർവ്വസാധാരണവുമായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം മാറാൻ തുടങ്ങുകയായിരുന്നു. അവരുടെ സുഹൃത്തുക്കളുടെയും അയൽവാസികളുടെയും മനസ്സിൽ വെറുപ്പിന്റെ വിത്തുപാകാൻ തുടങ്ങിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. 1923 ജർമ്മനിയിലെ ന്യൂറംബർഗ് പട്ടണത്തിൽ സ്ട്രൈച്ചർ പുതിയൊരു പത്രം തുടങ്ങി. പത്രത്തിന്റെ പേര് ഡെർ സ്ട്രൂമർ എന്നാണ്. അതായത് ദി അറ്റാക്കർ എന്നാണ് അതിന്റെ മീനിങ്. ആക്രമണം നടത്തുന്ന യോദ്ധാവ്. പത്രത്തിന്റെ ടാഗ് ലൈൻ തന്നെ യഹൂദികൾ നമ്മളുടെ ശാപം എന്നതായിരുന്നു. ഈ പത്രത്തിന്റെ അജണ്ടയെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഈ ടാഗ് ലൈൻ അതൊക്കെ മാറ്റിത്തരും. കൃത്യമായി സംസാരിക്കുന്ന ഒരു ടാഗ് ലൈൻ ആണത്. ഒരുപക്ഷെ 1920കളിലെ ജർമ്മനിയിൽ ഇത്തരം വിഷം വമിപ്പിക്കുന്ന ന്യൂസ് പേപ്പറുകളെ ഫ്രിഞ്ച് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ പതുക്കെ ഈ പേപ്പർ പോപ്പുലർ ആവാൻ തുടങ്ങി. വിപണിയിൽ ഇത്തരത്തിൽ വെറുപ്പ് നിറച്ച നിരവധി മൗത്ത് പീസുകൾ വേറെയും ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ ഇതോടെ ജർമ്മനിയുടെ ജനാധിപത്യവും ചാഞ്ചാടാനും പതുക്കെ അവസാനിക്കാനും അവരുടെ ജനാധിപത്യത്തെ അത് ബാധിച്ചു തുടങ്ങി. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജർമ്മനിയിലെ ജനം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഹിറ്റ്ലറുടെ കൈകളിൽ ഭരണം എത്തിച്ചേരുകയാണ് ചെയ്തത്. റെയ്ഷ്ടാഗിൽ തീ പിടിക്കുന്നു, ഹിറ്റ്ലർ നേട്ടം കൊയ്യുന്നു, അധികാരത്തിൽ പിടിമുറുക്കുന്നു. എന്നാൽ 1933 ആയതോടെ ഡെർ സ്ട്രൂമർ വലിയൊരു പ്രസിദ്ധീകരണമായി വളർന്നു. സ്ട്രൈച്ചർ ജർമ്മൻകാരെ മുഴുവൻ പേടിപ്പിച്ച് അവരെ അറുത്തുകൊണ്ടിരുന്നു. സ്വയം നന്നായി സമ്പാദിച്ചുകൊണ്ടുവരുന്നു. ഇതിൽ ലാഭവും ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ജർമ്മനിയിൽ ജനാധിപത്യം അവസാനിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ യുഗം ആരംഭിക്കുന്നത് അപ്പോഴാണ്. ഇത്തരം ന്യൂസ് പേപ്പറുകളുടെയും സ്ട്രൈച്ചർ പോലുള്ള പ്രൊപ്പഗാൻഡസ്റ്റുകളുടെയും ഒക്കെ ആവശ്യം എന്ന് പറയുന്നത് ഹിറ്റ്ലർക്ക് ഇവരെ കൊണ്ടുള്ള ആവശ്യം, ഹിറ്റ്ലർക്ക് ഇവരെ ആവശ്യമുണ്ടായിരുന്നു. രാജ്യത്തെ ഭൂരിപക്ഷത്തെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ജർമ്മനി വളരെ അപകടത്തിലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിന് ഇത്തരം പത്രങ്ങൾ ആവശ്യമാണല്ലോ. ആരെ കൊണ്ടാണ് അപകടം എന്ന് ചോദിച്ചാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരാണ് നമുക്ക് അപകടം എന്ന് പറയും. ജർമ്മനിയിലെ കേസിൽ അവിടുത്തെ മൈനോറിറ്റി ജൂതരായിരുന്നു. ഈ പത്രം എഴുതിയിരുന്നത് ജർമ്മനിയുടെ സുവർണ ചരിത്രത്തെ കുറിച്ചായിരുന്നു. ജർമ്മൻകാർ ലോകത്തിലെ ഏറ്റവും ശുദ്ധരായ വംശജരായിരുന്നു എന്ന് അവർ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. ഇത് കൂടാതെ പഴയകാല വില്ലന്മാരെ കണ്ടെത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസവും ചെയ്യാൻ ഇവര് പണിയെടുത്തുകൊണ്ടിരുന്നു. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിലൂടെ ചരിത്രത്തിലേക്ക് മെല്ലെ നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടെ നിന്ന് വാർത്തകൾ എടുത്തുകൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കുന്ന പരിപാടി തുടങ്ങി. രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് മൈനോറിറ്റിയാണ് എന്ന് വരുത്തി തീർത്തു. അവരാണ് ഈ രാജ്യത്തിന്റെ നാശത്തിന് കാരണം, എല്ലാ അപകടങ്ങൾക്കും കാരണം. അവർ ഈ ന്യൂനപക്ഷങ്ങളെ ദേശദ്രോഹികൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ന്യൂനപക്ഷങ്ങളെ പിന്തുണച്ചുന്നവരെ തുക്ഡേ ഗ്യാങ് എന്ന് വിളിച്ചു തുടങ്ങി.
ഈ പത്രങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തിന്റെ പല രീതികളെയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ വാർത്തകൾ എഴുതുമായിരുന്നു. ഉദാഹരണത്തിന് ജൂതർ എന്താണ് ധരിക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, കാണാൻ എങ്ങനെയിരിക്കും, അവരെങ്ങനെയാണ് നമ്മുടെ ബിസിനസിനെ നശിപ്പിക്കുന്നത്, അവരെങ്ങനെയാണ് അസുഖം പരത്തുന്നത്, ജർമ്മനിയുടെ പണം അവരെങ്ങനെയാണ് കവർന്നെടുക്കുന്നത്, അവരെങ്ങനെയാണ് ഇത്രയും നാറിയിരിക്കുന്നത്, അവരെത്രത്തോളം സൂത്രശാലികളാണ്, അവരെത്രത്തോളം ദുരാഗ്രഹികളാണ്, അവരെങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികളെ മയക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത്, അവർ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് കൊന്നൊടുക്കുന്നത്, അവരുടെ മതം ഏത് തരത്തിലാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ ക്രിമിനലുകളാണ് തുടങ്ങി നിരവധി ഗൂഢാലോചന തിയറികൾ ഈ പത്രങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെ വൈറലാവാൻ തുടങ്ങി. മൊത്തത്തിൽ പറഞ്ഞാൽ ഹിറ്റ്ലറുടെ ഗോദി മീഡിയ ചെയ്തത് എത്രമാത്രം ന്യൂനപക്ഷത്തെ രാക്ഷസന്മാരാക്കുന്നോ അത്രയും നല്ലതെന്ന് അവർ പ്രചരിപ്പിച്ചു. അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, സമൂഹത്തിൽ അവർക്കെതിരെയുള്ള വെറുപ്പ് പടർത്തിക്കൊണ്ടിരിക്കുക, അവർക്കെതിരെ എല്ലാ തരത്തിലുമുള്ള നടപടികൾ എടുക്കുക തുടങ്ങി എല്ലാ പണികളും അന്നത്തെ മീഡിയ ഇന്നത്തെ മീഡിയകൾ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഭൂതകാലത്തെ മുറിവ്, വർത്തമാനകാലത്തെ ഭയം, രക്ഷകനായി ഒരേ ഒരു മിശിഹ, അത് ഹിറ്റ്ലറുടെ ഒറിജിനൽ ഡിക്റ്റേറ്റർഷിപ്പിന്റെ ചേരുവയാണ്. അതാണ് ഇപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കാർട്ടൂണുകൾ, എഡിറ്റോറിയലുകൾ, വ്യാജ റിപ്പോർട്ടുകൾ എന്നിവ വഴി ഹിറ്റ്ലറുടെ വ്യാജ പ്രൊപ്പഗാൻഡ ഇക്കോസിസ്റ്റം രാവും പകലും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത് വളരെ വലിയ പ്രചാരം നേടി. അദ്ദേഹത്തിന്റെ പ്രൊപ്പഗാൻഡ ഗ്രൂപ്പ് വലുതായി വന്നു. ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന ക്രൈം പോലും ലക്ഷക്കണക്കിന് വരുന്ന മൊത്തം ജൂത സമൂഹത്തിന്റെ ഗൂഢാലോചനയായി ചിത്രീകരിക്കപ്പെട്ടു. കാർട്ടൂണുകളിലൂടെ സിനിമകളിലൂടെയൊക്കെ ജൂതർ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ടു. അന്ന് TV ചാനലുകളോ വാട്സാപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രൊപ്പഗാൻഡ ഈ മറ്റു മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഒന്നാന്തരമായി തന്നെ നടന്നുകൊണ്ടിരുന്നു. തമാശ എന്താണെന്ന് വെച്ചാൽ ഡർ സ്ട്രൂമർ ഹിറ്റ്ലറിന്റെ പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രമേ ആയിരുന്നില്ല എന്നതാണ്. ഇപ്പോഴത്തെ ഗോദി മീഡിയ പോലെ തന്നെ വേറൊരു സാധനമായിരുന്നു. അവർ പറഞ്ഞിരുന്നാണ് പിന്നീട് ഹിറ്റ്ലറുടെ പാർട്ടി പ്രചരിപ്പിച്ചു വന്നത്. മറ്റൊരു കാര്യം, ആദ്യമൊക്കെ ഈ പത്രം പറയുന്നത് നാസികൾക്ക് പോലും ദഹിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. പക്ഷെ ഹിറ്റ്ലർ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഒരു ഗ്രൗണ്ട് തയ്യാറാക്കാൻ വേണ്ടി ഡർ സ്ട്രൂമറിന് സാധിച്ചു എന്നതാണ് അതിന്റെ നേട്ടം. ജനങ്ങളുടെ മനസ്സിൽ ഹിറ്റ്ലർ ആഗ്രഹിച്ചതെല്ലാം നിറയ്ക്കാൻ പത്രത്തിന് കഴിഞ്ഞു. അത് അവരുടെ ലോങ് ടേം പ്ലാൻ ആയിരുന്നു. ഹിറ്റ്ലറിന് മുമ്പ് കോടതികൾ ഇത്തരം പത്രങ്ങൾക്ക് പിഴയിടാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഹിറ്റ്ലർ വന്നതിന് ശേഷം ഇത്തരം പത്രങ്ങളിൽ നിന്നും ജൂതർ ജർമ്മൻ എന്ന തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് പിഴയിട്ടില്ലെന്ന് മാത്രമല്ല, അവാർഡുകൾ നൽകാൻ തുടങ്ങി. എത്രത്തോളം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാമോ അത്രയും വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു. ഡർ സ്ട്രൂമർ 1933 മുതൽ ജൂയിഷ് ബഹിഷ്കരണ പ്രചാരണം ആരംഭിച്ചു. ഇതിനവർക്ക് ഒരിക്കൽ മാനനഷ്ട കേസ് വന്നു. എന്നാൽ അതിനെല്ലാം ആദ്യത്തെ ഫലം ലഭിച്ചത് 1935 കാരണം വെറുപ്പൊക്കെ മനസ്സിലുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അത് പാകമായി വരാൻ കുറച്ച് സമയമെടുക്കും. 1935 ന്യൂറംബർഗ് റേസ് നിയമം വരുന്നതിന് മുമ്പ് ജൂത യുവാക്കൾ ജർമ്മൻ പെൺകുട്ടികളെ ആക്രമിക്കുന്നുവെന്നൊരു പ്രചാരണം അവർ നടത്തിക്കൊണ്ടിരുന്നു. ജർമ്മൻ യുവതികളെ ജൂത യുവാക്കർ ആക്രമിക്കുന്നത് ഒരു കുഴപ്പം പിടിച്ച പണിയാണ്. ഈ പ്രചാരണത്തെ പൊടിപ്പും തൊങ്ങലും വെച്ച് അതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് മതപരമായ ഒരു ആക്രമണമാക്കി മാറ്റി ഒരു സമൂഹത്തെ തന്നെ ആക്രമിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അച്ചടിച്ചു വരുന്നത് എങ്ങനെയാണ് ജൂതരായ യുവാക്കൾ നിഷ്കളങ്കരായ ജർമ്മൻ യുവതികളെ ഗൂഢാലോചന നടത്തി വശീകരിക്കുന്നത് എന്ന രീതിയിലേക്കുള്ള സോഫ്റ്റ് സ്റ്റോറികളാണ് ആദ്യഘട്ടത്തിൽ വന്നത്. വാർത്തയോടൊപ്പം വളരെ ഒഫൻസീവായ വെറുപ്പുളവാക്കുന്ന ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുന്നത് പതിവായിരുന്നു. ഭൂരിപക്ഷത്തോട് പറഞ്ഞത് അവരുടെ സ്ത്രീകൾ, അവരുടെ ഭൂമി, അവരുടെ സ്വത്തും ഇതെല്ലാം വലിയ അപകടത്തിലാണ് എന്ന് ഭൂരിപക്ഷ സമുദായത്തെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ പ്രതികരണം എന്നോണം ന്യൂറംബർഗിൽ പുതിയ വംശീയ നിയമം കൊണ്ടുവരികയാണ്. ഈ നിയമത്തോടെ ജൂത വംശത്തിലുള്ള ജനങ്ങളുടെ സിവിൽ നിയമങ്ങൾ കൂടുതൽ ദുർബലമായി പോയി. അവര് വെറും രണ്ടാകിട പൗരന്മാരാക്കിക്കൊണ്ട് അവരുടെ മേൽ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പൊതുവെ സ്വബോധമുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം, പിന്നെ എല്ലാ മതവിഭാഗത്തിലുമുള്ള നല്ലതും ചീത്തയും ഒക്കെ ആയ ആളുകൾ ഉണ്ടാവും. വ്യക്തികൾ ചെയ്യുന്ന കുറ്റങ്ങളുടെ ഉത്തരവാദി ആ വ്യക്തികൾ മാത്രമായിരിക്കുമെന്ന്. എല്ലാ മതത്തിലും, എല്ലാ ജാതിയിലും, എല്ലാ രാജ്യത്തും, എല്ലാ വംശത്തിലും ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഗീബൽസിന്റെയും ഹിറ്റ്ലറുടെയും സ്ട്രൈച്ചർ എന്നിവരെ ഇത്രയും ചെറിയ കാര്യം ആരാണ് പറഞ്ഞു മനസ്സിലാക്കുക?
അവർക്കുണ്ടായിരുന്നത് ജർമ്മനിയിലെ ജനങ്ങളെ ശത്രുക്കളുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കുക, പിന്നെ അവർ ഹിറ്റ്ലറെ ദൈവമായി കാണുക, ഹിറ്റ്ലറാണ് മിശിഹ, ശത്രു അകത്ത് തന്നെ ഉണ്ടെന്ന് അറിയുമ്പോൾ അവർ മറ്റെല്ലാം മറന്നു പോകുന്നൊരു വല്ലാത്തൊരവസ്ഥ. അതാണ് ഹിറ്റ്ലറിന്റെ ജർമ്മനിയിൽ സംഭവിച്ചത്. 1933 സ്ട്രൈച്ചർ തുടങ്ങി വെച്ച ബോയ്ക്കോട്ട് സമരം ഫലം കണ്ടത് 1938 അതിനുശേഷം കണ്ടത് വലിയൊരു വംശഹത്യയാണ് നമ്മൾ കണ്ടത്. അതിൽ 10,000-കണക്കിന് ജൂതരാണ് കൊല്ലപ്പെട്ടത്. പിന്നീട് വന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. പിന്നീട് നാം കണ്ടത് 2ാം ലോക മഹായുദ്ധമാണ്. അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ജർമ്മനിയിലെ കൂട്ടക്കൊലയൊന്നും ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്നാണ് പറഞ്ഞു വന്നത്. ഇതൊരു നീണ്ട പ്രോസസ്സിന്റെ ഭാഗമായിരുന്നു. അത് നാം മനസ്സിലാക്കണം, നാം തിരിച്ചറിയണം. സ്ട്രൈച്ചർ എന്ന് പറയുന്നത് ഒറ്റയ്ക്കായിരുന്നില്ല. അവിടുത്തെ സിനിമാ രംഗം ഈ വിദ്വേഷ പ്രചാരണത്തിൽ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ തങ്ങളുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരൊത്തൊരുമിച്ച പ്രവർത്തനത്തിലൂടെയാണ് ഈ ഗോദി മീഡിയ മുന്നോട്ട് പോയത്. 1940 അത്തരം സിനിമകൾ ഇറങ്ങാൻ തുടങ്ങി. ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന സിനിമകൾ, വംശഹത്യ പ്രചരിപ്പിക്കുന്ന സിനിമകൾ എന്നിങ്ങനെയുള്ള സിനിമകളാണ് ആ കാലത്ത് പ്രൊപ്പഗാൻഡ സിനിമകളായി വന്നത്. 1924 അഥവാ ആരെങ്കിലും പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1000-കണക്കിന് ജീവനുകൾ ഇല്ലാതാകാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവരെ അലാമിസ്റ്റുകൾ എന്ന് മുദ്രകുത്തുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ 1920 മുതൽ 30 വരെ അങ്ങനെ സംഭവിച്ചത് ഇത് തന്നെയാണ്. നാസികൾക്ക് സ്വന്തമായിട്ട് സിനിമാ ഡിവിഷൻ വരെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു എന്ന് ഓർക്കണം. അതിൽ ഏറ്റവും അധികം താല്പര്യം കാണിച്ചിരുന്നത് ഹിറ്റ്ലറുടെ വലങ്കയായിരുന്ന ഗീബൽസ് ആണ്, ഭൂലോക നുണയൻ. ഫാസിസ്റ്റുകൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് ഫലപ്രദമായി പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന്. ഹിറ്റ്ലറുടെ കാലത്തെ ഏറ്റവും നൂതന ടെക്നോളജി ആയിരുന്നു സിനിമയും റേഡിയോയും. അഥവാ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാട്സാപ്പ് ഉണ്ടായിരുന്നെങ്കിലത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം എന്തെല്ലാം ചെയ്തു കൂട്ടുമായിരുന്നു. 1938 ഗീബൽസ്, അതായത് പ്രൊപ്പഗാൻഡ മിനിസ്ട്രി, അവിടുത്തെ സിനിമക്കാരോട് ആവശ്യപ്പെട്ടത് വ്യൂവർഷിപ്പ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ജൂത വിരുദ്ധ ഉള്ളടക്കം കൊണ്ടുവരൂ എന്നാണ്. അത്തരം സിനിമകൾ നിർമ്മിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്തു. ആകാശിന്റെ വീഡിയോ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊരു സാമ്യമാണെന്ന്. ഇതൊക്കെ തന്നെയല്ലേ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളും. നരേന്ദ്രമോദിയുടെ മാധ്യമങ്ങൾ, നരേന്ദ്രമോദിയുടെ സിനിമാക്കാർ, മോദിയുടെ യൂട്യൂബർമാർ, മോദിയുടെ സോഷ്യൽ മീഡിയ, ഇപ്പൊ ആദ്യം പറഞ്ഞ വാർത്ത മോദിയുടെ ഫേസ്ബുക്ക്, ബാക്കിയെല്ലാം തടയപ്പെടുകയാണ്. നമ്മളുടെ ശബ്ദമൊന്നും എവിടെയും കേൾക്കുന്നില്ല. അവർ പറയുന്നത് മാത്രം പ്രചരിപ്പിക്കപ്പെടുന്നു. വളരെ കെട്ട കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ ഓരോരുത്തരും ഓരോ മാധ്യമമായി മാറുക, സത്യം പറയുന്ന മാധ്യമം.